ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി സൂപ്പർ ഫുഡാണ്. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനുമില്ല, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി റൈസ് ആണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മസൂർ ദാലാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് ചെറുപയർ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ നിർബന്ധമില്ല, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. ഞാനിപ്പോ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഒക്കെ ഉള്ളൂ. ഇനി 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു വലിയൊരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുക്കാം. ആ തക്കാളിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ആ ഒരു പരിപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. ഇപ്പൊ അതിന്റെ പ്രഷറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ല പാകത്തിനായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഈസിയുമാണ് തയ്യാറാക്കാന്. ദാൽ കിച്ചടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്